ഇലക്ഷൻ വന്ന് വാതിലുകൾ മുട്ടി. നമ്മളെല്ലാം കാത്തിരുന്ന പോലെ തന്നെ എന്ന് പറയാം. ഇടിയും വന്നു. ഇടിക്ക് ശീലമാണിത്. ഇലക്ഷൻ വന്നാൽ ഇടിയും വരണം. ഇതെപ്പോഴും കാണുന്ന കാഴ്ചയാണ്. 2020 പഞ്ചായത്ത് ഇലക്ഷൻ ഇടി വന്നു. 21 അസംബ്ലി ഇലക്ഷൻ അപ്പോൾ ഇടി വന്നു. 24 ലോക്സഭ ഇലക്ഷൻ ഇടി മുടങ്ങാതെ വന്നു. ഇപ്പോൾ 25 പഞ്ചായത്ത് ഇലക്ഷൻ വന്നു, ഇടി എത്തി. അതുകൊണ്ട് ഒരു തമാശയായിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇലക്ഷൻ വന്നാൽ ഇടിയും വന്നിരിക്കും. അതാണ് പുതിയ ഇടി. അതുകൊണ്ട് എല്ലാ കേരളീയർക്കും അറിയാം, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ വരും വരാതിരിക്കില്ല എന്ന് പറയും പോലെ ഇടി വരും വരാതിരിക്കില്ല. ഇടി വന്നു, എന്നിട്ടോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പഴയ ചൊല്ലെന്താണ്? പഴയ ചൊല്ല് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലെന്നാണ്. അത് മാറ്റി പറയാം. ഇപ്പോൾ വീഞ്ഞും പഴയത്, കുപ്പിയും പഴയത്. അതെ, വീഞ്ഞും പഴയതാണ്, കുപ്പിയും പഴയതാണ്. ഈ പഴയ വീഞ്ഞും പഴയ കുപ്പിയുമായിട്ട് വന്ന് കേരളത്തിൻ്റെ ജനവിധിയെ മാറ്റിമറിക്കാമെന്ന്. ഇടി ഒന്നുമല്ലല്ലോ, അതിൻ്റെ പുറകിൽ വേറെ ആരൊക്കെ ഉണ്ടല്ലോ, അവരെ നമുക്കറിയാം. ഇടി ഇതുപോലെ പറഞ്ഞു നയിക്കുന്ന കേന്ദ്രത്തിലെ തമ്പുരാക്കന്മാർ മനസ്സിലാക്കണം, ഈ പഴയ വീഞ്ഞും പഴയ കുപ്പിയുമായി വന്ന് കേരളത്തിലെ ജനവിധിയെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന വ്യാമോഹം അവർക്ക് വേണ്ട. ജനങ്ങൾ പ്രബുദ്ധരാണ്. ആ ജനങ്ങൾ എല്ലാ ഓലപ്പാമ്പുകളെയും കുറേ കണ്ടതാണ്. ഇത് 25 മോഡൽ ഓലപ്പാമ്പാണ്. ഈ മോഡൽ പണ്ടും പുറത്തു വന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങുന്ന അതേ ഓലപ്പാമ്പാണ് ഇപ്പോഴത്തെ ഓലപ്പാമ്പ്. അതുകൊണ്ട് 2025 മോഡൽ ഓലപ്പാമ്പിനെ അർഹിക്കുന്ന പക്ഷത്തോടു കൂടി ജനങ്ങൾ കേരളത്തിൽ കുഴിച്ചുമൂടുമെന്ന് ഉറപ്പാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. LDFൻ്റെ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാഴ്വേലയെ തോൽപ്പിച്ചു കൊടുക്കും. ജനങ്ങൾ ഇത് അശേഷം വില കൽപ്പിക്കാതെ ചവറ്റുകൊട്ടിലറിയാൻ പോവുകയാണ്. അതേപ്പറ്റി വേറെ ഒന്നും പറയേണ്ടതില്ല. പ്രമുഖരായ നേതാക്കന്മാർ 2 പേർ കോൺഗ്രസ് ഭാഗത്ത് നിന്ന് ഇന്ന് രംഗത്ത് വന്നു. ഒന്ന് സാക്ഷാൽ VD സതീശൻ, 2 രമേശ് ചെന്നിത്തല. ഒരു കോൺഗ്രസ് സുഹൃത്ത് വിളിച്ച് പറഞ്ഞു, നല്ല കാര്യം, ആദ്യമായിട്ട് കുറേ കാലത്ത് ആദ്യമായിട്ട് 2 പേരും ഒരുപോലെ മിണ്ടി. സതീശൻ പറഞ്ഞ പോലെ തന്നെ രമേശും മിണ്ടി, അല്ലെങ്കിൽ രമേശ് പറഞ്ഞ പോലെ സതീശും മിണ്ടി. അത് പതിവുള്ള കാര്യമല്ല. പതിവുള്ള കാഴ്ച, ഒരാൾ പറഞ്ഞാൽ അടുത്തയാൾ വിപരീതം പറയും, വേറെ പറയും. ഇടിക്ക് ആശ്വസിക്കാം, സന്തോഷിക്കാം. ആ നേട്ടമുണ്ടാക്കി BJP. സതീശനും ചെന്നിത്തലയ്ക്കും ഈ വിഷയത്തിൽ ഒരേ സ്വരമായി. അങ്ങനെ അവരെ ഏറെക്കാലം കൂടി ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാർമ്മികത്വം വഹിച്ചുവെന്ന് BJPക്കും EDക്കും ആശ്വസിക്കാം. അത് ചെയ്യുമ്പോൾ അടുത്ത ഘട്ടത്തിൽ 2 പേരും പറയണം. സതീശൻ്റെ മണ്ഡലം പറവൂരാണ്. ആ പറവൂരിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു കണക്ക് സതീശൻ പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.